അവയുടെ വായിൽ നിന്ന് പുറപ്പെട്ടിരുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 മഹാമാരികൾ മൂലം മനുഷ്യരിൽ 1/3 മൃതരായി. മഹാമാരി പുറപ്പെട്ടിരുന്നത് വായിൽ നിന്നാണ്. നുണയും വ്യാജപ്രചരണവും മുഖമുദ്രയായി മാറുന്നുണ്ട് സൈബർ ലോകത്തിൻ്റെ. വ്യാജം വല്ലാതെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ആവർത്തിച്ച് നുണ കേൾക്കുന്നത് മൂലം വ്യാജം സത്യമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് മനുഷ്യൻ. ഇങ്ങനെ ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത്, സൈബർ ലോകത്ത്, സോഷ്യൽ മീഡിയയുടെ വ്യാപകമായ ഉപയോഗത്തിലൂടെ ദൈവത്തിൻ്റെ സത്യം വിശ്വസിക്കുന്നതിന് പകരം കാലവും സാത്താനും ലോകവും കാത്തുവെച്ച നുണകൾ വിശ്വസിച്ചതുവഴി നിത്യസത്യ ദൈവത്തിൽ നിന്നകന്നുപോയ ജനതയുടെ നിർണായകമായ ഒരു ദുരന്തത്തെ കൂടി വിളിച്ചറിയിക്കുന്നുണ്ട് വെളിപാട് പുസ്തകം. ഞാൻ ഡാനിയലച്ചൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാന പഠനത്തിലേക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെളിപാട് പുസ്തകത്തിൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ടായ ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 5 കാഹളങ്ങൾ ഊതുന്നതും അതേ തുടർന്ന് ഉണ്ടാകുന്ന ദുരിതങ്ങളും മഹാമാരികളും നമ്മൾ കാണുകയാണ്. ഇനി 6ാമത്തെ കാഹളം, വെളിപാട് പുസ്തകത്തിൻ്റെ 9ാമത്തെ അധ്യായത്തിൻ്റെ 13 മുതലുള്ള തിരുവചനം. 6ാമത്തെ കാഹളം. 6ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ ദൈവസന്നിധിയിലുള്ള സുവർണ ബലിപീഠത്തിൻ്റെ 4 വളർക്കോണുകളിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു. അത് കാഹളം പിടിച്ചിരുന്ന 6ാമത്തെ ദൂതനോട് പറഞ്ഞു, യൂഫ്രട്ടീസ് വൻനദിയുടെ കരയിൽ ബന്ധിതരായി കഴിയുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക. ആ 4 ദൂതന്മാരും വിമോചിതരായി. അവർ മനുഷ്യരിൽ 1/3 കൊന്നൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ടിരുന്ന മണിക്കൂറിനും ദിവസത്തിനും മാസത്തിനും വർഷത്തിനും വേണ്ടി തയ്യാറാക്കി നിർത്തിയിരുന്നവരാണ്. 6ാമത്തെ ദൂതൻ കാഹളം മുഴക്കുകയാണ്. യോഹന്നാൻ ബന്ധിതരായി കഴിയുന്ന 4 ദൂതന്മാരെ കാണുകയാണ്. യൂഫ്രട്ടീസ് വൻനദിയുടെ കരയിൽ. ഇന്നത്തെ ഇറാഖിലാണ് യൂഫ്രട്ടീസ്. ഈ ദൂതന്മാരെക്കുറിച്ച് പറയുന്നത് അവർ ബന്ധിതരായി കഴിഞ്ഞിരുന്ന ദൂതന്മാരെന്നാണ്. അതുകൊണ്ട് തന്നെ അത് ദൈവത്തിൻ്റെ മാലാഖമാർ എന്നതിനേക്കാൾ അധപതിച്ചുപോയ, വീണുപോയ മാലാഖമാരായ പിശാചുക്കൾ എന്ന് മനസ്സിലാക്കുന്നതാണ് ഉചിതം. അവരെ തടഞ്ഞ് നിർത്തിയിരിക്കുകയായിരുന്നു. അവർ ഈ മണിക്കൂറിനു വേണ്ടി ഒരുക്കി നിർത്തപ്പെട്ടവരാണ്. ബൈബിളിലെ എല്ലാ സഹനത്തെക്കുറിച്ചുള്ള, ശിക്ഷാവിധിയെക്കുറിച്ചുള്ള വിവരണങ്ങളും വായിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു സത്യം, എല്ലാം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ അറിവോടുകൂടിയാണ്. മനുഷ്യൻ്റെ തിന്മ വർദ്ധമാനമാവുമ്പോൾ, മനുഷ്യൻ്റെ തിന്മ അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ്, തിളനില കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ക്രോധം തിളച്ചു മറിയും എന്ന ഒരു ആശയം ബൈബിൾ പലയിടങ്ങളിലായി ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ ദൈവക്രോധം തിളച്ചു മറിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് സാത്താന് ഒരവകാശം സ്വാഭാവികമായും ജനത്തിൻ്റെ മേൽ ലഭിക്കുക എന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഓരോ പാപവും പിശാചിന് നമ്മുടെ മേൽ നിയമപരമായ ഒരവകാശം നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മളെ സംരക്ഷിച്ച് നിർത്തുന്നത് കൊണ്ട് മാത്രമാണ് സാത്താന് നമ്മുടെ മേൽ അവകാശമെടുക്കാൻ കഴിയാത്തത്. എന്നാൽ ദൈവനിഷേധവും പാപവും അനുദിനം അടിക്കടി വർദ്ധിച്ചു വരികയും അനുദപിച്ച് മടങ്ങി വരാൻ തയ്യാറാവാത്ത വിധത്തിൽ പാപത്തിൻ്റെ കൂന കൂടിക്കൂടി വരികയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ക്രോധം ബോയിൽ ഓവർ ചെയ്യുന്ന, തിളച്ചു മറിയുന്ന ഒരു സന്ദർഭം വരുമ്പോൾ പിശാചിന് ഒരവകാശം ലഭിക്കുന്നുണ്ട്. പിശാച്, അത്രയും നാൾ തടഞ്ഞു നിർത്തപ്പെട്ടിരുന്ന ആ പിശാച് നമ്മുടെ ജീവിതത്തിൻ്റെ പല തലങ്ങളെയും വേട്ടയാടുന്ന ഒരു സാഹചര്യം കടന്നു വരുന്നുണ്ട്. 6ാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ യൂഫ്രട്ടീസ് നദിയുടെ കരയിൽ ബന്ധിതരായി കഴിഞ്ഞിരുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുകയാണ്. യൂഫ്രട്ടീസ് ഒരു പ്രതീകമായിട്ട് വേണം കാണാൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ വെളിപാട് പുസ്തകത്തിലെ സന്ദർഭങ്ങൾ, സംഭവങ്ങൾ, ഇമേജുകൾ ഒക്കെ വായിക്കുമ്പോൾ 2 തരത്തിൽ അതിനെ കാണേണ്ടതുണ്ട്. ഒന്ന്, ചിലപ്പോൾ ആ നാളുകളിൽ നടന്ന ഏതെങ്കിലും ഒരു ചരിത്ര സംഭവവുമായി അതിന് ബന്ധമുണ്ടാകാം. ഉദാഹരണത്തിന്, ആ നാളുകളിൽ നടന്ന
ഒരു അഗ്നിപർവ്വത സ്ഫോടനം, ഭൂകമ്പം, പ്രളയം ഇതുപോലെയുള്ള ഏതെങ്കിലും സന്ദർഭങ്ങളുമായുള്ള ഒരു സമാനത, ഒരു പൊരുത്തം, ബന്ധം ഈ വിവരണങ്ങൾക്ക് ഉണ്ടാകാം. എപ്പോഴും അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, ഉണ്ടാകാം. അതുപോലെ തന്നെ ജെറുസലേമിൻ്റെ പതനം, ദേവാലയത്തിൻ്റെ നാശം, യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ച, അതുപോലെ യേശുവിൻ്റെ ശിഷ്യന്മാരെ പീഡിപ്പിച്ച യഹൂദരുടെ മേൽ വന്ന് ഭവിച്ച ദുരന്തം, ഈ സംഭവങ്ങളെല്ലാം തന്നെ വെളിപാട് പുസ്തകത്തിൻ്റെ പശ്ചാത്തലങ്ങളിലുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ ഒരു വാക്യം ഞാൻ ഈ സന്ദർഭത്തിൽ വായിക്കുകയാണത് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കും. 1 തെസ്സലോനിക്കർ അധ്യായം 2 വാക്യങ്ങൾ 14 മുതൽ. സഹോദരരെ, നിങ്ങൾ യൂദയായിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ദൈവത്തിൻ്റെ സഭകളെ അനുകരിക്കുന്നവരായിത്തീർന്നു. എങ്ങനെയെന്നാൽ യഹൂദരിൽ നിന്ന് അവർ സഹിച്ചവയെല്ലാം തന്നെ സ്വന്തം നാട്ടുകാരിൽ നിന്ന് നിങ്ങളും സഹിച്ചു. യഹൂദർ കർത്താവായ യേശുവിനെയും പ്രവാചകന്മാരെയും വധിച്ചു, ഞങ്ങളെ ആട്ടിപ്പുറത്താക്കി. വിജാതീയരുടെ രക്ഷയെ കരുതി അവരോട് പ്രസംഗിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവർ ദൈവത്തെ അപ്രീതിപ്പെടുത്തുകയും എല്ലാ മനുഷ്യരെയും എതിർക്കുകയും ചെയ്യുന്നു. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് പൂർത്തിയാക്കുന്നു. ഇതാ അവസാനം ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ നിബന്ധിച്ചിരിക്കുന്നു. നിങ്ങളിവിടെ ഒരു വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് പൂർത്തിയാക്കി. ദേ ക്രോസ്ഡ് ദ ബോയിലിംഗ് പോയിൻറ്റ്, ദേ ക്രോസ്ഡ് ദ സാച്ചുറേഷൻ പോയിൻറ്റ്. അവരുടെ പാപത്തിൻ്റെ അളവ് പൂർത്തിയാക്കിയപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ നിബന്ധിച്ചിരിക്കുന്നു. ഇങ്ങനെ യഹൂദർക്ക് ഉണ്ടായ ചരിത്രത്തിൽ സംഭവിച്ച ചില ദുരന്തങ്ങളെ കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഈ വാക്യങ്ങൾ. റോമൻ പട്ടാളം AD 70 ജെറുസലേം നശിപ്പിക്കാനായി ജെറുസലേമിൻ്റെ മണ്ണിൽ കാലുകുത്തുമ്പോൾ അവർ യൂഫ്രട്ടീസ് നദി കടന്നാണ് എത്തുന്നത്. ഈ ഒരു ചരിത്ര സംഭവം കൂടി ഇവിടെ യൂഫ്രട്ടീസ് നദിയുടെ കരയിൽ ബന്ധിതരായി കഴിഞ്ഞിരുന്ന ദൂതന്മാരെ സ്വതന്ത്രരാക്കുന്നു എന്ന ആശയം വെളിപാട് പുസ്തകം പറയുമ്പോൾ, അഴിച്ചുവിടുന്ന കാര്യം പറയുമ്പോൾ ഈ ചരിത്ര പശ്ചാത്തലം അതിൻ്റെ പിന്നിൽ ഉണ്ട്. വെളിപാട് 9 വാക്യം 15. ആ 4 ദൂതന്മാരും വിമോചിതരായി. അവർ മനുഷ്യരിൽ 1/3 ഭാഗത്തെ കൊന്നൊടുക്കാൻ നിശ്ചയിക്കപ്പെട്ടിരുന്ന മണിക്കൂറിനും ദിവസത്തിനും മാസത്തിനും വർഷത്തിനും വേണ്ടി തയ്യാറാക്കി നിർത്തിയിരുന്നവരാണ്. ഞാൻ കുതിരപ്പടയുടെ എണ്ണം കേട്ടു, 10,000ങ്ങളുടെ 20,000 മടങ്ങ്. ഇവിടെ 10,000ങ്ങളുടെ 20,000 മടങ്ങ് 200 മില്യൺ എന്ന് പറയുന്നത് ഒരു അനന്തമായ സംഖ്യയെ സൂചിപ്പിക്കാനാണ്. എണ്ണിത്തീർക്കാനാവാത്ത വിധം അസംഖ്യമായ സൈന്യങ്ങൾ എന്ന അർത്ഥത്തിലാണ് 10,000ങ്ങളുടെ 20,000 മടങ്ങ് എന്ന ആ സംജ്ഞ ഉപയോഗിക്കുന്നത്. കുതിരപ്പടയുടെ എണ്ണം. ഞാൻ ദർശനത്തിൽ കുതിരകളെയും അവയുടെ പുറത്തിരുന്നവരെയും കണ്ടു. അവർക്ക് തീയുടെയും ഇന്ദ്രനീലക്കല്ലിൻ്റെയും ഗന്ധകത്തിൻ്റെയും നിറമുള്ള കവചങ്ങൾ ഉണ്ടായിരുന്നു. തീയുടെയും ഇന്ദ്രനീലക്കല്ലിൻ്റെയും ഗന്ധകത്തിൻ്റെയും നിറം എന്ന് വെച്ചാൽ ചുവപ്പ്, നീല, മഞ്ഞ നിറങ്ങൾ ഈ കുതിരപ്പുറത്ത് ഇരുന്നവരുടെ നിറമാണ് സൂചിപ്പിക്കുന്നത്. കുതിരകളുടെ തലകൾ സിംഹങ്ങളുടെ തല പോലെ. അവയുടെ വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടിരുന്നു. 5ാമത്തെ കാഹളത്തിൽ, അതായത് നമ്മൾ നേരത്തെ വായിച്ച 5ാമത്തെ കാഹളത്തെ തുടർന്നുണ്ടാകുന്ന ദുരിതങ്ങളിൽ, അപ്പോൾ പുറപ്പെട്ടു വന്ന വെട്ടുക്കിളികൾക്ക് മനുഷ്യൻ്റെ ജീവൻ്റെ മേൽ അവകാശമുണ്ടായിരുന്നില്ല. അതായത് മനുഷ്യ ജീവൻ എടുക്കാൻ അവർക്ക് അനുവാദം നൽകപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് 6ാമത്തെ കാഹളം മുഴങ്ങിക്കഴിയുമ്പോൾ വരുന്ന ഈ കുതിരപ്പട 10,000ങ്ങളുടെ 20,000 മടങ്ങ് അവരുടെ വായിൽ നിന്ന് പുറപ്പെട്ടിരുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 മഹാമാരികൾ മൂലം മനുഷ്യരിൽ 1/3 ഭാഗം മൃതരായി. മനുഷ്യരുടെ 1/3 ഭാഗം കൊന്നൊടുക്കപ്പെട്ടു. അതായത് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇവിടെ ശത്രുവിൻ്റെ സംഖ്യ എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത വിധം ക്രമാതീതമാണ്, അനന്തമാണ്. 2ാമത്തേത്, മനുഷ്യരെ ഞെരുക്കാൻ മാത്രമല്ല,
വെട്ടുക്കിളികൾ വന്നപ്പോൾ ചെയ്തിരുന്നത് പോലെ മനുഷ്യരെ ഞെരുക്കാൻ മാത്രമല്ല, 1/3 മനുഷ്യരെ കൊന്നൊടുക്കാൻ കൂടി അവകാശം നൽകപ്പെടുകയാണ്. നമ്മൾ 6-ാം അധ്യായത്തിൽ വായിച്ച കുതിരകളുടെ ആ ദർശനത്തിൽ മനുഷ്യരുടെ 4/1 ആ മഹാമാരികളാൽ ബാധിക്കപ്പെടുന്നത്. ഇവിടെ 1/3 എന്ന് പറയുമ്പോൾ ഓരോ വെളിപാടുകൾ യോഹന്നാൻ കണ്ട് നമ്മളോട് പറയുന്നതിനനുസരിച്ച് നമ്മൾ കാണുന്നുണ്ട്, പീഡനങ്ങളുടെ ഇൻറ്റൻസിറ്റി, തീവ്രത കൂടുകയാണ്. മോർ ഇൻറ്റൻസ് പെർസെക്യൂഷൻ ഈസ് എഹെഡ്. കൂടുതൽ ഗഹനമായ, ആഴമായ, കഠിനമായ പീഡനങ്ങൾ കാത്തിരിക്കുന്നുണ്ട് എന്ന ധ്വനി ഈ വാക്യങ്ങളിൽ കാണാൻ കഴിയും. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന മഹാമാരികളാണ്. അത് പ്രതീകാത്മകമായ പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കിന്നറിയാം, ഇന്ന് ലോകത്തിൽ മനുഷ്യർ വഴിതെറ്റിക്കപ്പെടുന്നത് ഫോൾസ് പ്രൊപ്പഗാൻഡ വഴിയാണ്. വ്യാജ പ്രചരണങ്ങൾ, വ്യാജ പ്രബോധനങ്ങൾ. ഇൻ്റർനെറ്റിൻ്റെ ലോകം എടുക്കുക, എത്രയോ പ്രബോധനങ്ങൾ സത്യത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ് സത്യമാണ് എന്ന് തോന്നുന്ന വിധത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന വിവിധങ്ങളായ വിചിത്രങ്ങളായ പ്രബോധനങ്ങളുടെ നടുവിൽ ഒരുപാട് മനുഷ്യർ ഒരുപാട് കൾട്ടുകളിലേക്ക്, ചിന്താരീതികളിലേക്ക്, ആശയക്കുഴപ്പങ്ങളിലേക്ക് വഴിതെറ്റിക്കപ്പെടുന്നുണ്ട്. നിരീശ്വരവാദവും ദൈവനിഷേധവും അതുപോലെ തന്നെ ദൈവം വിലക്കിയിട്ടുള്ള ജീവിത രീതികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനങ്ങളുമെല്ലാം മീഡിയയും സൈബർ ലോകവും സാമൂഹ്യ മാധ്യമങ്ങളും നിരന്തരമായ പ്രചരണങ്ങൾ വഴി മനുഷ്യൻ ഇന്ന് ഏതാണ്ട് ഒരു നോർമലായ സംഭവം പോലെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ, മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമാകുന്ന വിധത്തിൽ, നമ്മുടെ ചിന്തകൾക്ക് ഒരു തരത്തിലും അസ്വസ്ഥത ഉണ്ടാക്കാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഈ വ്യാജ പ്രചരണങ്ങൾക്ക്, നുണപ്രചരണങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ്റെ അന്തിമ കാലഘട്ടത്തോട് ലോകം അടുക്കുമ്പോൾ മനുഷ്യരേറ്റവും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഈശോയും അപ്പസ്തോലന്മാരും ആവർത്തിച്ച് പറഞ്ഞു തന്ന ഒരു കാര്യം, നിങ്ങൾ വഞ്ചിതരാകരുത് എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രബോധനങ്ങളെ നമ്മൾ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേൾക്കുന്നതെല്ലാം സത്യമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. സഭയോടും വചനത്തോടും സഭയുടെ നൂറ്റാണ്ടുകളെ അതിജീവിച്ച വിശ്വാസത്തിൻ്റെ തെളിമയോടും ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. കേൾക്കുന്നതെല്ലാം ക്രിസ്തു എന്ന പേരുള്ളത് കൊണ്ടോ വചനമെന്ന പേരുള്ളത് കൊണ്ടോ ക്രിസ്തുവിൻ്റെ സുവിശേഷം ആകണമെന്നില്ല. ഒരുപാട് പ്രോസ്പെരിറ്റിയുടെ ഈ ലോകത്തിൻ്റെ ദേവൻ ആകാൻ സഹായിക്കുന്ന വിധത്തിലുള്ള അഭിവൃദ്ധിയുടെ സുവിശേഷങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് സാത്താനാകാൻ സഹായിക്കുന്ന സുവിശേഷങ്ങളാണ്, ക്രിസ്തുവാകാൻ സഹായിക്കുന്നതല്ല. ഇത് തിരിച്ചറിയാനുള്ള വളരെ ഗൗരവതരമായ ഒരു ഉത്തരവാദിത്വം കൂടി ഈ വാക്യം നമുക്ക് നൽകുന്നുണ്ട്. അവയുടെ വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടിരുന്നു. അവയുടെ വായിൽ നിന്ന് പുറപ്പെട്ടിരുന്ന പുക, തീ, ഗന്ധകം എന്നീ 3 മഹാമാരികൾ മൂലം മനുഷ്യരിൽ 1/3 മൃതരായി. അനേകർ വഴിതെറ്റിക്കപ്പെടുകയും വിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തതിന് ഈ വ്യാജത്തിൻ്റെ വ്യാപനം സഹായിച്ചിട്ടുണ്ട്. വെളിപാട് 9:19, ആ കുതിരകളുടെ ശക്തി വായിലും വാലിലും ആണ്. അവയുടെ വാലുകൾ സർപ്പങ്ങളെപ്പോലെയാണ്. അവയ്ക്ക് തലകളുണ്ട്, ആ തലകൾ കൊണ്ടവ മുറിവേൽപ്പിക്കുന്നു. ഈ സിംഹത്തിൻ്റെ തല, സർപ്പത്തിൻ്റെ വാൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഇവ പൈശാചികമാണ് എന്നതാണ്. അതായത് ഈ കാഹളം മുഴങ്ങുമ്പോൾ, പ്രത്യേകിച്ച് 5-ാമത്തെയും 6-ാമത്തെയും ഒക്കെ കാഹളങ്ങൾ മുഴങ്ങുമ്പോൾ ഈ ആക്രമണങ്ങൾ വരുന്നത് ഒരു പരിധിവരെ മനുഷ്യരെ പോലെ തോന്നിപ്പിക്കുന്ന ഇമേജുകളിൽ നിന്നാണെങ്കിലും അതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു പൈശാചികമായ ഒരു തലമുണ്ട്. ഇത് ഡിമോണിക്കാണ് എന്ന് സൂചിപ്പിക്കുന്ന ഇമേജുകളാണ് ഇവയെല്ലാം. അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിൽ നടന്ന ജെറുസലേമിൻ്റെ പതനം, ജെറുസലേമിൻ്റെ നാശം, നഗരം വീണത്, അതിനെയാണ് യഥാർത്ഥത്തിൽ ഈ 5-ാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ, അതുപോലെ 6-ാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ സംഭവിച്ച കാര്യങ്ങൾ ചരിത്രപരമായി ചിന്തിച്ചാൽ സൂചിപ്പിച്ചത്. 5ഉം 6ഉം കാഹളങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയാണ്. ജെറുസലേം പിടിച്ചെടുത്തതിന് ശേഷം കുറേ നാളുകളിലേക്ക്, ഏതാണ്ട് 5 മാസത്തേക്ക് ജെറുസലേമിനകത്ത് ദൈവജനം നന്നായി ഞെരുക്കപ്പെട്ടു. ദൈവജനം എന്ന് പറയുമ്പോൾ യഹൂദർ നന്നായി ഞെരുക്കപ്പെട്ടു. ഇൻറ്റേർണൽ ടോർമെൻറ്റും സിവിൽ വാറും അവരനുഭവിച്ചു. അതായത് റോമാ സൈന്യം വന്ന് ജെറുസലേം പിടിച്ചെടുത്തതിന് ശേഷം 5 മാസത്തേക്കുണ്ടായ ഞെരുക്കങ്ങളെ ആവണം
ചരിത്രപരമായി ചിന്തിച്ചാൽ 5-ാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ സംഭവിച്ച കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത് ആ കാര്യത്തെക്കുറിച്ച് മാത്രമുള്ള വിവരണമല്ല. എപ്പോഴും ജെറുസലേം യുഗാന്ത്യത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ മാതൃകയാണ്, നിഴലാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് മറന്നു പോകരുത്. 6-ാമത്തെ കാഹളം ആക്ച്വൽ മിലിറ്ററി ആക്ഷനാണ്. അതായത് പട്ടാളം നിർബാധം മനുഷ്യരെ കൊന്നൊടുക്കുകയും ദേവാലയത്തെ തകർക്കുകയും ജെറുസലേമിനെ നാശകൂമ്പാരമാക്കുകയും ചെയ്ത ആ റിയൽ മിലിറ്ററി ആക്ഷനെയാണ് 6-ാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ സംഭവിച്ച കാര്യങ്ങൾ ചരിത്രപരമായി ചിന്തിച്ചാൽ ദ്യോതിപ്പിക്കുന്നത്, സൂചിപ്പിക്കുന്നത് ആ ധ്വനിയാണ് ഉള്ളത്. റോമക്കാർ മരങ്ങളും അതുപോലെ തന്നെ ധാന്യ വിഭവങ്ങളുമെല്ലാം കത്തിച്ച് ചാമ്പലാക്കി നഗരത്തെ പട്ടിണിയിലാക്കിയ ഒരു കാലത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ രക്തച്ചൊരിച്ചിൽ നടന്നത്. ഗലീലി തടാകം, ഗലീലി കടൽ യഥാർത്ഥത്തിൽ രക്തപങ്കിലമായി മാറിയ ചില സൂചനകളും ചരിത്രപരമായ വായനകളിൽ കണ്ടെത്താൻ കഴിയും. ഞാൻ സൂചിപ്പിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇവയെല്ലാം തന്നെ യുഗാന്ത്യത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ പ്രതീകമായി നിലകൊള്ളുമ്പോൾ തന്നെ ചരിത്രത്തിൽ ദൈവജനത്തെ പീഡിപ്പിച്ച, വിശ്വാസിയെ പീഡിപ്പിച്ച യഹൂദർക്ക് വന്ന് സംഭവിച്ച ചില ദുരന്തങ്ങളുടെ ധ്വനി കൂടി ഈ പ്രവചനങ്ങളിലുണ്ട് എന്ന് സൂചിപ്പിക്കുക മാത്രമാണ്. വാക്യം 20. ഈ മഹാമാരികൾ നിമിത്തം മൃതരാകാതെ അവശേഷിച്ചവർ തങ്ങളുടെ കരവേലയെപ്പറ്റി അനുതപിക്കുകയോ പിശാചുക്കളെയും കാണാനോ കേൾക്കാനോ നടക്കാനോ കഴിവില്ലാത്തതും സ്വർണം, വെള്ളി, പിച്ചള, കല്ല്, തടി എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടതുമായ വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നതിൽ നിന്ന് പിന്തിരിയുകയോ ചെയ്തില്ല. ഇവിടെയാണ് എന്തിനായിരുന്നു ഈ മഹാമാരികൾ ദൈവം അനുവദിച്ചത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടുന്നത്. ഇവയെല്ലാം തന്നെ ദൈവത്തിലേക്ക് അവർ തിരിയുന്നതിന്, അനുതപിക്കുന്നതിന് വേണ്ടി ആയിരുന്നു. നമ്മൾ കാണുന്നുണ്ട്, 5-ാമത്തെ കാഹളം മുഴങ്ങിക്കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ വിവരിക്കുമ്പോൾ പറയുന്നത് അവർ മരണത്തെ തേടി ദൈവത്തെ തേടിയില്ല. ഈ മഹാമാരികൾ അനുഭവിച്ചെങ്കിലും അവർ പിശാചുക്കളെയും വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. തങ്ങളുടെ കൊലപാതകം, മന്ത്രവാദം, വ്യഭിചാരം, മോഷണം എന്നിവയെക്കുറിച്ചും അവർ അനുതപിച്ചില്ല. എല്ലാ സഹനങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേക്കപ്പ് കോളുകളാണ്. നമ്മളെ ഉണർത്താൻ ദൈവം ശ്രമിക്കുകയാണ്. C.S. ലൂയിസ് പറയുന്ന മനോഹരമായ ഒരു വാചകമുണ്ട്, ഗോഡ് വിസ്പേഴ്സ് ടു അസ് ഇൻ പ്ലഷേഴ്സ്. സന്തോഷകാലങ്ങളിൽ ചെറിയ സ്വരത്തിൽ ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട്. നമ്മളോട് ചെറിയ മന്ത്രണം, ദൈവത്തിൻ്റെ സ്വരം നമ്മളോട് നടത്തുന്നുണ്ട്. ആൻഡ് ഗോഡ് സ്പീക്സ് ടു അസ് ഇൻ അവർ കോൺഷ്യൻസ്. അതുപോലെ തന്നെ മനസാക്ഷിയിലും ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ മനസാക്ഷിയിലൂടെ ദൈവം സംസാരിക്കുന്നുണ്ട്. ബട്ട് ഗോഡ് ഷൗട്ട്സ് ഇൻ അവർ പെയിൻസ്. പക്ഷെ വേദനയിലൂടെ ദൈവം നമ്മളെ ഉച്ചത്തിൽ വിളിക്കുകയാണ്. ദൈവം നമ്മളോട് ഉച്ചത്തിൽ തിരിച്ചു വരാൻ ആവശ്യപ്പെടുന്നതാണ് വേദനകൾ. ഗോഡ് വിസ്പേഴ്സ് ടു അസ് ഇൻ പ്ലഷേഴ്സ്, സ്പീക്സ് ടു അസ് ഇൻ അവർ കോൺഷ്യൻസ്, ബട്ട് ഷൗട്ട്സ് ഇൻ അവർ പെയിൻസ്. ഇറ്റ് ഈസ് ഹിസ് മെഗാഫോൺ ടു റൗസ് എ ഡെഫ് വേൾഡ്. ബധിരമായി പോയൊരു ലോകത്തെ ഉണർത്തി വിളിക്കാനുള്ള ദൈവത്തിൻ്റെ മെഗാഫോണാണ്. ദൈവം ഉപയോഗിക്കുന്ന ഉച്ചസ്ഥായിയിലുള്ള, ഉച്ചസ്വരത്തിലുള്ള പരിശ്രമത്തിൻ്റെ പേരാണ് വേദനകൾ. അതുകൊണ്ട് എല്ലാ വേദനകളും അനുതാപത്തിലേക്ക് മനുഷ്യനെ തിരികെ വിളിക്കുകയാണ്. എല്ലാ വേദനകളും ദൈവം അനുവദിക്കുന്നതിൻ്റെ പിന്നിൽ, ബന്ധിതരായി കഴിയുന്ന ദൂതന്മാരെ അഴിച്ചുവിടുന്നതിൻ്റെ പിന്നിൽ മടങ്ങി വരാനുള്ള ശക്തമായ ആഹ്വാനമുണ്ട്. സാത്താനെയും വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നതിൽ നിന്നും, അതുപോലെ തന്നെ വ്യഭിചാരം, മോഷണം, മന്ത്രവാദം, കൊലപാതകം എന്നിവയെക്കുറിച്ച് അനുതപിക്കുന്നതിൽ നിന്നും പിന്തിരിയാതെ ഈ മഹാമാരികൾക്ക് ശേഷവും അവർ ദൈവനിഷേധം തുടർന്നു എന്ന ഭയാനകമായ ഒരവസ്ഥ, സത്യത്തിൻ്റെ ഭയാനകത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 9-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. അനുഗ്രഹീതമായൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി 10-ാം അധ്യായത്തിലേക്കും 11, 12 കടക്കുമ്പോൾ ഈ ഗഹനത, ഈ അവ്യക്തത കുറയാനല്ല കൂടാനാണ് സാധ്യത. പക്ഷേ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരും. അതിന് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രം മതി. നമ്മൾ സത്യസന്ധതയോടെ, ആത്മാർത്ഥതയോടെ ഈ ഭാഗങ്ങൾ വായിച്ചും പ്രാർത്ഥിച്ചും കേൾക്കുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിൽ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചും മുന്നോട്ട് പോയാൽ
എല്ലാ കാര്യങ്ങളിലും വ്യക്തതയുണ്ടാവും. ഇന്ന് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിലും പതുക്കെ പതുക്കെ അത് നമ്മുടെ മനസ്സിൽ വ്യക്തമായി വരും. എനിക്ക് വേണ്ടിയും ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണുന്നത് വരെ മറക്കരുത്, ഞാൻ ഡാനിയേൽ അച്ഛൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും.